ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് നിങ്ങളോട് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രേരണ തന്നിരിക്കുന്നത്. 32-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള വളരെ സുപരിചിതമായ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. എല്ലാ വാക്യവും പ്രസംഗിക്കത്തില്ല. അതിനകത്തു നിന്ന് 3 പ്രത്യേക ചിന്തകൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാനാണ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. വേദപുസ്തകത്തിലെ വളരെ ശക്തനായ ദൈവമനുഷ്യനിൽ ഒരാളാണ് യാക്കോബ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവമനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ 3 അനുഭവങ്ങളെയാണ് ഈ 5 വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് പരാമർശിച്ചിരിക്കുന്നത്. 3 സന്ദേശങ്ങൾ ഈ വാക്യത്തിലുണ്ട്. എൻ്റെ പ്രാർത്ഥനാമുറിയിൽ നിങ്ങളോട് പറയാൻ ദൈവം പറഞ്ഞ സന്ദേശമാണ്. ആ 3 സന്ദേശങ്ങൾ ഞാൻ പറയാം. 1, പ്രാർത്ഥനയിൽ കരഞ്ഞപേക്ഷിക്കുന്ന ഒരു യാക്കോബ്. 2, പ്രാർത്ഥനയിൽ ദൈവസ്പർശനം അനുഭവിക്കുന്ന യാക്കോബ്. 3, പ്രാർത്ഥനയിൽ അനുഗ്രഹം പ്രാപിക്കുന്ന യാക്കോബ്. ഒരു ദൈവപൈതലിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 3 കാര്യങ്ങളാണ്. 1, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ പഠിക്കണം. പ്രാർത്ഥനയിൽ ദൈവസ്പർശനം അനുഭവിക്കണം. പ്രാർത്ഥനയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. ഞാൻ ഈ വചനത്തെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരുമ്പം പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുള്ള ദൂതിലേക്ക് ഞാൻ വരികയാണ്. യാക്കോബിൻ്റെ ചരിത്രം നമുക്കറിയാം. യാക്കോബ് ഹമീൻ്റെ ജീവിതത്തിലുണ്ടായ വെല്ലുവിളി ഒരേ ഒരു കാര്യത്തിലായിരുന്നു, അനുഗ്രഹം സംബന്ധിച്ചായിരുന്നു. സ്തോത്രം. അപ്പൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ മേൽ വീണതുകൊണ്ട് തൻ്റെ സഹോദരൻ തന്നോട് വൈരാഗ്യമുള്ളവനായി തീർന്നു. യാക്കോബിൻ്റെ അമ്മ കേട്ടു, ഞാൻ അവനെ കൊന്നുകളയുമെന്ന് തൻ്റെ സഹോദരൻ പറയുന്ന വാർത്ത അമ്മയുടെ കാതുകളിലെത്തി. അമ്മ പറഞ്ഞു, യാക്കോബേ, നിന്നെ കൊല്ലാൻ നിന്റെ സഹോദരന് വൈരാഗ്യമുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ ദേശത്തേക്ക് ഓടിപ്പോ. സ്തോത്രം. അവൻ ദൈവത്തിന് സ്തോത്രം. ഇവൻ്റെ വൈരാഗ്യം ശമിക്കുമ്പം ഞാൻ പറയാം. സ്തോത്രം. അന്നേരം തിരിച്ചു വന്നാൽ മതി. യാക്കോബിൻ്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായ ഒരു പ്രശ്നം അനുഗ്രഹം നിമിത്തം ഉണ്ടായ വൈരാഗ്യം. സ്തോത്രം. ഞാൻ ഇന്ന് മെസ്സേജ് എടുക്കുമ്പോൾ ചിലരോടൊക്കെ സംസാരിക്കാനുണ്ട്. എല്ലാ വീട്ടിലും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാറില്ല, എന്നാൽ ചിലരെ ദൈവം അനുഗ്രഹിക്കും. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. 12 ഉപയോഗിച്ചില്ല, 3 ഉപയോഗിച്ചു. ഒരപ്പന് 11 മക്കളുണ്ടെങ്കിൽ 11 ഉപയോഗിച്ചില്ല, 1 ഉപയോഗിച്ചു. സ്തോത്രം. വേദപുസ്തകം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ഒത്തിരി പേരെ ദൈവം തിരഞ്ഞെടുത്തെങ്കിലും ദൈവം അനുഗ്രഹിച്ചത് ഒരു വീട്ടിൽ 1-2 പേരെയാണ്. ഞാൻ കർത്താവിനെ സ്വീകരിച്ച കാലയളവിൽ നീണ്ട 10 വർഷം ദൈവത്തോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നെ അനുഗ്രഹിക്കുമോ കർത്താവേ? ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, അനുഗ്രഹിക്കപ്പെടാൻ നിന്റെ കുടുംബത്തിൽ യോഗ്യൻ നീയാ, അതുകൊണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കും. ഞാനിന്ന് പറയാൻ പോകുന്നൊരു ദൂത്, നിന്റെ വീട്ടിൽ നീ ഒറ്റയ്ക്കാ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയത്, ഒറ്റയ്ക്കാ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയത്. നിന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്തൊരു അനുഗ്രഹം നിന്റെ മേൽ തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പം നിനക്ക് മനസ്സിലാകത്തില്ല, അല്പം കഴിയുമ്പോൾ മനസ്സിലാകും. ആ അനുഗ്രഹം നിന്റെ മേൽ വരും. ഇന്നത്തെ ദിവസത്തിന് എന്തോ വലിയൊരു പ്രാധാന്യതയുണ്ട്. ഈ മാസം ഇന്ന് തീരുകയാ, അടുത്ത മാസം നാളെ തുടങ്ങുകയാ. എന്തോ ഒന്നിൻ്റെ തുടക്കം നിന്റെ കുടുംബത്തിൽ വരാൻ പോകുകയാ. അതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യം. നെഞ്ചത്ത് കൈവച്ച പറ, എൻ്റെ വീട്ടിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് ഞാനായിരിക്കും. പറയുന്നില്ല എല്ലാവരും? എൻ്റെ വീട്ടിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് ഞാനായിരിക്കും. ഒന്ന് പറ, എൻ്റെ വീട്ടിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് ഞാനായിരിക്കും. അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈ കൊടുത്ത് വെച്ചാൽ അറിയാമോ, എൻ്റെ വീട്ടിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തി ഞാനായിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരു കാര്യം, സഹോദരനുണ്ടായ വൈരാഗ്യം എന്തിനാണെന്നറിയാമോ?
യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ടാണ്. പിന്നെ യാക്കോബ് ചെന്ന് കയറിയിടത്തെല്ലാം പ്രശ്നമായിരുന്നു. യാക്കോബ് ചെന്ന് കയറിയത് ലാബാൻ്റെ അടുക്കല. ലാബാനാമേ യാക്കോബ് പറയുക, എന്നെ പലവട്ടം ചതിച്ചു, 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി, പക്ഷെ ദോഷം വരാൻ ദൈവം സമ്മതിച്ചില്ല. ലാബാൻ്റെ വീട്ടിൽ കല്യാണമൊക്കെ കഴിച്ച് രാജകീയമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവം ഒരു ദിവസം ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, യാക്കോബേ നീ ഇവിടുന്ന് പോകണം. ഞാൻ ദൂതിലോട്ട് വരാൻ പോവുക. 31-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. അപ്പോൾ യഹോവ യാക്കോബിനോട് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളിച്ചെയ്തു. അപ്പം ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബ് സ്വയം ഇളകിയതല്ല, ദൈവം അവനെ ഇളക്കിയതാണ്. ഞാനൊരു ദൂത് പറയാം. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയോ വിഷയത്തിൽ ദൈവത്തിൻ്റെ സമയങ്ങൾ അടുത്തിരിക്കുക. ഗ്ലോറി ടു ഗോഡ്. ഇപ്പോൾ നീ ഫേസ് ചെയ്യുന്ന സങ്കടകരമായ വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്നാ ദൈവത്തിൻ്റെ ദൂത്. യാക്കോബ് എന്ത് ചെയ്യുന്നറിയാം? യാക്കോബിനോട് ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പം ദൈവത്തിന് സ്തോത്രം, യാക്കോബ് റാഹേലിനെയും ലേയെയും ബയലിൽ നിന്ന് വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറയുന്ന ഭാഗം 6-7 വാക്യങ്ങളിലുണ്ട്. 31-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നിങ്ങളുടെ അപ്പനെ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ അപ്പനെ ഞാൻ എൻ്റെ സർവ്വബലത്തോടും സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ചു. എന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി. എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ ദൈവം അവനെ അനുവദിച്ചില്ല. ഞാനൊരു സന്ദേശം പറഞ്ഞുകൊണ്ടിരുന്ന വചനം തുടങ്ങുക. ദോഷം ചെയ്യുന്നവരുടെ എണ്ണം ഭയങ്കരമാണെങ്കിലും നിന്നോട് ദോഷം ചെയ്യാൻ ദൈവം സമ്മതിക്കുകയല്ല. ഞാൻ ആ ഭാഗം മുമ്പോട്ടൊന്ന് കൊണ്ടുപോട്ടെ, ഈ ദൂതിലോട്ട് വരാൻ. യാക്കോബ് ലാബാന്റെ അറിവ് കൂടാതെ ദൈവം നിന്നോട് പറഞ്ഞതനുസരിച്ച് ദൈവം എന്ന് പറയുക, യാക്കോബെ ഞാൻ ബഥേലിൻ്റെ ദൈവമാണ്, നീ അവിടേക്ക് തിരിച്ചു പോകണം. അപ്പം യാക്കോബ് സ്വയം ഇളകിയതല്ല, ദൈവം ഇളക്കിയതാണ്. എന്തിനാ ഇളക്കിയെന്നാ ഇന്നത്തെ ദൂത്. ഇളക്കി വരുന്ന വഴിക്ക് അവിടെ വിട്ടുപോന്നപ്പോൾ ലാബാൻ അറിവ് കിട്ടി യാക്കോബ് തന്നെ വിട്ടുപോയെന്ന്. സ്തോത്രം. ലാബാൻ വിട്ടില്ല, ലാബാൻ പുറകെ വന്നു. ഒരു പർവ്വതത്തിൽ വന്ന ഉടനെ ദൈവം ലാബാനോട് പറഞ്ഞു, ലാബാൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് വെച്ച് പറഞ്ഞു, എൻ്റെ ദാസനോട് ഗുണമെങ്കിലോ ദോഷമെങ്കിലോ ചെയ്യാതിരിക്കാൻ നോക്കിക്കോ. ലാബാൻ യാക്കോബിൻ്റെ കൂടാരത്തിൽ വന്നേച്ച് പറഞ്ഞു, നിന്നോട് ദോഷം ചെയ്യാൻ എനിക്ക് ശക്തിയുണ്ട്, പക്ഷെ നിന്റെ ദൈവം എന്നോട് പറഞ്ഞു നിന്നോട് ഗുണമെങ്കിലും. ഞാനൊരു ദൂത് പറയാം, നിന്നോട് തകർക്കാൻ വരുന്ന ശത്രുവിനോട് പോലും ഇടപെടുന്നവനാ ദൈവം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ ലാബാൻ്റെ കയ്യിൽ നിന്ന് യാക്കോബ് വിടുവിക്കപ്പെട്ടു. മുമ്പോട്ട് ചെല്ലുമ്പം യാബോക്കടവിൻ്റെ അടുക്കലെത്തി. അവിടെ എത്തിയപ്പം എതിരെ വന്നൊരാൾ പറഞ്ഞു, സൂക്ഷിച്ചു പോണം, നിന്റെ സഹോദരൻ 400 ആൾക്കാരുമായി നിന്റെ നേരെ വരുന്നുണ്ട്. ഞാനൊരു ദൂത് തുടങ്ങുക. കാലപ്പഴക്കം ചെന്ന ചില വൈരാഗ്യങ്ങൾ വരെ ഇന്ന് പ്രയറിൽ പരിഹാരം ഉണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. നിന്നെ ഉപദ്രവിക്കാൻ അവസരം തപ്പി നടക്കുന്ന ചില വൈരാഗ്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ തീരണം. ഇന്നത്തെ പ്രാർത്ഥന നിന്റെ അനുഗ്രഹത്തിൻ്റെ അടുത്ത ലെവല്. ഒരനുഗ്രഹം നിമിത്തം അസൂയയോടെ നിന്നോട് പോരാടിയ ചിലര് നോക്കി നിൽക്കെ, അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് ഈ അടുത്തിരിക്കുന്ന ആളോടൊരു വിശ്വാസം ചോദിച്ച്, ഇനിയും ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ചിരിച്ചോണ്ടൊക്കെ ചോദിക്കുക, ഇനിയും. ജീസസ് എന്തുവാ? ഇനിയും. ഇപ്പോൾ ഉള്ളതിൻ്റെ കൂടെ ഒരു പുതിയ അനുഗ്രഹം കൂടെ ദൈവം ആഡ് ചെയ്യുമെന്ന് ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്ക് വന്നത്, ആർക്കുമില്ലാത്ത ഭയം നിനക്ക് വന്നത്, ആർക്കുമില്ലാത്ത എതിരാളി നിനക്ക് നേരെ വരുന്നത് നിന്നെ തീർക്കാനല്ല. ഇതുവരെ പ്രാർത്ഥനയിൽ നടക്കാത്തൊരു കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കും.
ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നീ ജനിച്ചിട്ട് ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ ആ യാക്കോബിന്റെ പ്രാർത്ഥനയിൽ നടന്ന പോലെ നിന്റെ പ്രാർത്ഥനയും നടക്കാൻ പോകുകയാണ്. സ്തോത്രം. ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. ചില വൈരാഗ്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്ന ദിവസമായി. എന്തുവാണ്? ചില വൈരാഗ്യങ്ങൾക്ക്. ചിലരെക്കുറിച്ച് നമുക്ക് അറിവില്ല, പക്ഷെ അവർ വൈരാഗ്യത്തോടെ നിൽക്കുക. അവരാണ് നിങ്ങളെ കുരിക്കിയത് മുഴുവൻ. പക്ഷെ ദൈവം പറയുക, അത് ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ പ്രാർത്ഥനയിൽ പരിഹാരം ഉണ്ടാകാൻ പോവാ. ഓ യേശുവിൻ്റെ നാമത്തിൽ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഇന്ന് തലപൊക്കി നിൽക്കുന്ന ചില വെല്ലുവിളികൾ നിന്നെ തകർക്കാനല്ല, ഇത് ദൈവമാ നിന്നെ ഇളക്കിക്കൊണ്ട് വന്നേ. ഇതിന് പരിഹാരം ഉണ്ടായേ പറ്റൂ. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം പറയാം. ഒരനുഗ്രഹം നിമിത്തം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു എതിരാളി ഉണ്ടായെങ്കിൽ ആ എതിരാളിയുടെ മുമ്പിൽ വെച്ച് തന്നെ അടുത്ത ലെവലിൽ അനുഗ്രഹം ഇറങ്ങാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്ന, ആർക്കും ഇല്ലാത്ത പ്രതിബന്ധം നിനക്ക് വന്നത് തമ്പുരാൻ നിന്നെ മറന്നതല്ല. നീ പ്രയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആരും കണ്ണുനീരൊഴുക്കാത്ത പോലെ നീ കണ്ണുനീരൊഴുക്കണം. എത്ര പേര് റെഡിയാ? കണ്ണുനീർ ഏറ്റവും വലിയ വജ്രായുധമാ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, ഇന്നൊഴുക്കുന്ന കണ്ണുനീർ വെറുതെയല്ല. ആ കണ്ണുനീരിന് ഉടനെ പരിഹാരമുണ്ട്. ഈ ചില വിഷയത്തിനൊക്കെ നിങ്ങളുണ്ട്, ചില വിഷയത്തിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമുക്ക് വിചാരിച്ചാൽ പോലും കരയാൻ പറ്റത്തില്ല. പക്ഷെ ചില വിഷയത്തിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മുമ്പ് ഒരിക്കലും കരയാത്ത പോലെ നമ്മൾ കരയും. ഓർത്തോണം, ആ കരച്ചില് സ്വയം കരയുന്നതല്ല, മറിച്ച് എന്താ നടക്കുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. ഈ ബൈബിളിൽ പല ടൈപ്പ് പ്രയറുണ്ട്. അതിനകത്ത് ഒരു പ്രയറാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. വേറൊരു പ്രാർത്ഥനയാണ് കണ്ണുനീരൊഴുക്കിയുള്ള പ്രാർത്ഥന. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ചിലപ്പം പ്രസംഗത്തിനിടയിലൊക്കെ ഇവിടെ ചിലരൊക്കെ കരയും. അത് പാർശ്വ പ്രസംഗിച്ചുകൊണ്ട് കരയുമല്ല, അറിയാതെ നിനക്ക് കരയാൻ തോന്നുക. ദൈവത്തിൻ്റെ പ്രത്യേകത പറയാം, കണ്ണുനീർ ദൈവം തുരുത്തിയിൽ ആക്കി വെക്കുന്ന ദൈവമാണ്. ഞാൻ ഒരിക്കലും ഒരു സംഭവം ഇപ്പോഴും ഓർക്കുകയാണ്. സ്തോത്രം. ഒരു ഫാമിലി ഒരിക്കൽ എന്നെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നെ ആ അങ്കിളിൻ്റെ വൈഫ് എൻ്റെ മുമ്പിൽ ഏങ്ങലടിച്ച് കരയുക. അപ്പം ഞാൻ ചോദിച്ചു, അച്ചായ എന്തുവാ സംഭവിച്ചേക്കുന്നത്? അപ്പം പറഞ്ഞ്, അറിയത്തില്ല പാസ്റ്ററെ, എൻ്റെ ഭാര്യ ഭയങ്കര വിശ്വാസവും നല്ല കരുത്തുള്ളവളായിരുന്നു. പക്ഷെ 3-4 ആഴ്ചയായിട്ട് അവൾ ചുമ്മാ ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അതിനാ പാസ്റ്റർ അടുക്ക കൊണ്ടുവന്ന്. എനിക്ക് ഒരു ഫീല്, പാസ്റ്റർ വല്ല മാനസിക ബുദ്ധിമുട്ട് വല്ലതും ആണോ? ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, അല്ല, കരയാനുള്ള ഒരു നിയോഗം ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുക. ഞാൻ ആ ആൻറ്റിയോട് ചോദിച്ചു, എന്താണ് ആൻറ്റി കരയുന്നതിൻ്റെ രഹസ്യം? പറഞ്ഞു, എനിക്കൊറ്റ മോളേ ഉള്ളൂ. അവൾ വിവാഹം കഴിച്ചിട്ട് 14 കൊല്ലമായി. ഇന്ന് വരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ, സ്തോത്രം, ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാൻ പല ആവർത്തി എൻ്റെ മോളോട് പറഞ്ഞു, മക്കളില്ലാത്തവരും ജീവിക്കുന്നുണ്ട് മോളെ, വിഷമിക്കലെന്ന് പറഞ്ഞ ഞാൻ 3-4 ആഴ്ച കൊണ്ട് എനിക്ക് എപ്പോൾ ഇരുന്നാലും ഒരു കുഞ്ഞിനെ എൻ്റെ മോടെ മടി കണ്ടുകൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി. ജീസസ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അമ്മാമ്മയ്ക്ക് മാനസിക രോഗമൊന്നുമല്ല, അച്ഛനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചുരുക്കി പറയാം, ഒരു 3-4-5 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കരച്ചിലൊക്കെ അങ്ങ് നിന്നു. പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഭയങ്കര വിടുതലായിപ്പോയി. എന്തുവാ വെച്ചാൽ അത് പുള്ളിക്കാരത്തി കരച്ചിലൊക്കെ നിർത്തി. 2 ആഴ്ച കഴിഞ്ഞപ്പം ഈ കരഞ്ഞ ആൻറ്റി എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, കർത്താവ് എന്നെ കൊണ്ട് കരയിച്ച എന്നാ, എൻ്റെ മോള് ഒരു കുഞ്ഞിനെ ഉള്ളിൽ വഹിക്കുന്നുണ്ട് ഇപ്പം. അപ്പം കണ്ടോ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ ഒത്തിരി നാൾ പ്രാർത്ഥിച്ച വിഷയമാണ്. പക്ഷെ ആ വിഷയത്തിന്മേൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക ഭാരം നമ്മുടെ അകത്ത് ദൈവമായിട്ട് തരുക. ആ ഭാരം വെളിപ്പെടുന്ന സമയത്ത് നമ്മൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം.
ഗ്ലോറി ടു ഗോഡ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരുപക്ഷെ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ആരും കാണാതെ മുറിക്കകത്ത് കയറി കരയണമെന്നും നിലവിളിക്കണമെന്നും തോന്നിയാൽ ഓർത്തോണം, നീ അത് ചെയ്തോണം. കാരണം എന്താണെന്ന് ഞാൻ നിന്നോട് പറയാം. നിന്റെ ലൈഫിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ദൂത് തരിക. നീ വിചാരിക്കാത്ത രീതിയിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോവാ. ചില ദിവസത്തിനകത്ത് ചില വിഷയങ്ങൾ നിന്റെ വീട്ടിൽ പരിഹരിക്കപ്പെടും, നിന്റെ തലമുറയിൽ പരിഹരിക്കപ്പെടും, നിന്റെ കുടുംബജീവിതത്തിൽ പരിഹരിക്കപ്പെടും. നിന്റെ വിദ്യാഭ്യാസ തലത്തിൽ. യെസ്. ഞാനിന്ന് വചനം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം പറയാം. എനിക്കൊരു കാര്യം ബോധ്യപ്പെടുക. ഗ്ലോറി ടു ഗോഡ്. വർഷങ്ങളായി പരിഹരിക്കാതെ കിടന്ന ചില വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ കൺമുമ്പിൽ പരിഹരിക്കപ്പെടും. ചില വൈരാഗ്യങ്ങൾ ചുംബനങ്ങളായി മാറും. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, നിന്റെ അകത്ത് വലിയ ഭാരം ദൈവം തരിക. ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ. ഈ ബൈബിള് നമ്മൾ പഠിക്കുമ്പം എല്ലാവരും കരഞ്ഞതായിട്ട് ബൈബിളിലില്ല. പക്ഷെ ചിലർ കരഞ്ഞ ചരിത്രമുണ്ട്. നിങ്ങൾ കണ്ടോണം, അവർ എപ്പോൾ കരഞ്ഞോ ആ കരഞ്ഞ വിഷയത്തിന് അല്പ ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് മറുപടി കൊടുത്തു. ഗ്ലോറി ടു ഗോഡ്. ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവിടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഹോശേയ പ്രവചനത്തില് 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞവനോട് അപേക്ഷിച്ചു. ആ മൽപ്പിടുത്തത്തെ കുറിച്ച് പ്രവാചകൻ പ്രവചിക്കുക അതൊരു കരച്ചിലായിരുന്നു. ഒരാമയും പറഞ്ഞാട്ട്. ഞാനിവിടെ നിന്ന് ചിലരോടൊരു ദൂത് പറയാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ ചില വിഷയത്തെക്കുറിച്ച് നിനക്കൊരു വലിയ ഭാരം. അത് കുഞ്ഞിൻ്റെ വിഷയമാകാം, വീടിൻ്റെ വിഷയമാകാം. ആ ഭാരമുള്ള വിഷയത്തിന് നിനക്കൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ നീ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതൊന്നും അറിയാതെ ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ലാലു ഇവിടെ പാട്ട് പാടിയപ്പം ദൈവത്തിന് സ്തോത്രമാ പാടിയേ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം. ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പറയാം, ആർക്കുമില്ലാത്തൊരു ഭാരം കുറെ പഴകിയ വിഷയത്തിനകത്ത് നിന്റെ ഉള്ളിൽ തരിക. എന്തിനാണെന്നറിയാമോ? യാക്കോബേ, നീ ഇങ്ങനെ ഇരുന്നാ പോരാ. നിന്റെ പേര് മാറ്റാൻ സമയമായി. നിന്റെ അനുഗ്രഹത്തിന്റെ ലെവല് മാറ്റാൻ സമയമായി. നീ ദൈവസ്പർശനം അനുഭവിക്കാൻ സമയമായി. സ്തോത്രം, സ്തോത്രം. ചിലരെയൊക്കെ കർത്താവ് തൊട്ട് സംസാരിക്കുക. നീ അനുഗ്രഹിക്കപ്പെട്ടത് നിമിത്തം വർഷങ്ങൾക്ക് പുറകിൽ ചിലരെഴുന്നേറ്റ് വൈരാഗ്യത്തോടെ നിന്നെ ഒടുക്കിക്കളയാനിട്ട നിഗൂഢ പദ്ധതികൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ തീരാൻ പോവുക. ഇത് തീർപ്പ് കൽപ്പിക്കുന്ന പ്രേയറാ. യേശുവിൻ്റെ നാമത്തിൽ വൈരാഗ്യത്തോടെ നിന്നോട് മിണ്ടാതെ നിൽക്കുന്നവർ, നിന്നെ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും നേർച്ചകളും നടത്തി, പൂജകളും ഹോമങ്ങളും നടത്തി നിന്റെ കുടുംബത്തെ തകർത്ത വ്യക്തികളുടെ വിഷയം. ഒരിക്കൽ ഹന്ന ദൈവത്തിന്റെ മുമ്പിൽ മനോവസരത്തോടെ പ്രാർത്ഥിച്ച് കരഞ്ഞെന്നാ വചനം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഇത്രയും നാള് പെനീന കുത്തിയപ്പോ ഹന്നായിക്ക് പരാതിയില്ലായിരുന്നു. കുറച്ച് വീട്ടിൽ കിടന്ന് കരഞ്ഞതേ. പക്ഷെ ഇന്നൊരു നിയോഗം പള്ളിയിൽ പോയിരുന്ന് കരയാൻ. ആ കരച്ചിലിന് അന്ന് പരിഹാരം ഉണ്ടായി. പിന്നെ അവിടെ മുഖം. ഗ്ലോറി. ഞാൻ ചിലരോട് പ്രവചിച്ച് പറയുക, ഒത്തിരി നാള് നിന്നെ വിഷമിപ്പിച്ച വിഷയത്തില് നിനക്കൊന്ന് കരയാൻ നിയോഗം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ. ഈ കരച്ചിലെന്ന് പറഞ്ഞ
നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ദീർഘസമയം കരയണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടോ? എനിക്കൊക്കെ ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമുക്ക് ഈ കരച്ചിൽ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ആരിയ്ക്കുന്നൊന്നും തോന്നത്തില്ല. നമ്മൾ ചിലപ്പോൾ അറിയാതെ പരിസരം മറന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എന്ന് ദൈവം മുമ്പിൽ കരഞ്ഞിട്ടുണ്ടോ അന്നെല്ലാം വിടുതൽ പ്രാപിച്ചു. ദൈവത്തിൻ്റെ പ്രത്യേകത, അവ കണ്ണുനീരിനെ മറികടക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഓക്കെ, ഹന്ന മനോവ്യസനത്തോടെ കരഞ്ഞു. ശൗമേൽ ബാലനെയും കൊണ്ട് ഏലിയുടെ അടുക്കൽ വന്നിട്ട് പറയുക, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ അങ്ങയുടെ അടുക്കൽ നിന്ന് കരഞ്ഞ സ്ത്രീ ഞാനാ. ഇന്ന് ആ കരച്ചിലിന്റെ മറുപടിയും കൊണ്ട് വള്ളി വന്നേക്കുക. വിശ്വാസം ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാവൂ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് തരുന്നു. ഒരിക്കലും തീരാത്ത ചില വിഷയം ഇന്നത്തെ പ്രയറിൽ തീരും. ഒരിക്കലും പ്രാർത്ഥിക്കാത്ത പോലെ ഇന്ന് നീ പ്രാർത്ഥിക്കണം. ഒരിക്കലും കരയാത്ത പോലെ ഇന്ന് നീ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ആ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ഒരു രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. എന്നെ ശ്രദ്ധിച്ചാൽ മതി, അതൊന്നും അല്ല പ്രസംഗിക്കാൻ പോകുന്നു. പ്രവാചകൻ വന്ന് പറഞ്ഞു, ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ മരിച്ചു പോവും. അവൻ ചെയ്ത് കേൾക്കണോ? സ്തോത്രം. ആ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ ദൈവത്തിന് വേണ്ടി ചെയ്തത് എഴുതിയിട്ടേക്കുക. മുഖം തിരിച്ച് ഒരൊറ്റ കരച്ചില്. നിങ്ങൾ കേൾക്കണേ, വാളെടുത്തവന്റെ തല വെട്ടടാന്ന് പറയാൻ അധികാരമുള്ള രാജാവിന് അറിയാം, വാളിനേക്കാൾ മൂർച്ച കണ്ണീരിനാ. ഒരാമയും വരുന്നില്ല. അടുത്ത ദൂത് കേട്ടോ, പ്രവചിച്ചവൻ നടുമുറ്റം വിടുമ്പോ ദൂത് തിരിച്ചു വന്നു, ചെന്നു പറ യേശുവിന്റെ നാമത്തില്. ചിലരോട് ദൈവാത്മാവ് ദൂത് പറയാ, ഇപ്പടി ഇന്ന് നീ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും വൈരാഗ്യത്തോടെ നിൽക്കുന്ന ചിലർ, നിന്റെ സകല പ്രശ്നത്തിനും കാരണം അവരാ. അത് പ്രയറിൽ തീരാൻ പോവാ. നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറാൻ പോവാ. ഓ, ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഏറ്റെടുത്തേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇത് പരിഹാരത്തിന്റെ ദിവസമാ. ഇത് പരിഹരിക്കപ്പെടുന്ന ദിവസമാ. ശ്രദ്ധിക്കണം. അപ്പൊ യാക്കോബ് ഇങ്ങനെ പ്രധാന ഭാഗത്തോട്ടാണ് വന്നത്. യാക്കോബ് ഇങ്ങനെ കരഞ്ഞു. സത്യത്തിൽ യാക്കോബ് പേടിച്ചിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നത്. എന്തുവാ പേടിച്ചിട്ട്? ആരെ പേടിച്ചേക്കുക? അമ്മ പറഞ്ഞ അറിവുണ്ട്, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ നിൽക്കുക. അതൊക്കെ വായിക്കാൻ പോകുന്ന നേരമില്ല, കാരണം അതാ ഈ ഭാഗം വേറെ ആയോണ്ട്. ഇപ്പൊ എത്ര കഴിഞ്ഞു? എന്നിട്ടും 400 ആളുമായിട്ട് വരിക. പേടിച്ചിട്ടൊരു കരച്ചിൽ. ഈ കരച്ചിലിൽ ഒരു കാര്യം നടന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം, പ്രയർ എന്ന് പറഞ്ഞാൽ മാജിക് അല്ല. പ്രയറിനകത്തെ പ്രത്യേകത പറയാം. പ്രയറിനകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ്, പ്രാർത്ഥനയിൽ ഒരുവൻ ദൈവത്തോട് ലയിച്ചു ചേരുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെ ദൈവം സ്പർശിക്കും. സ്തോത്രം. അതാ ഇന്ന് നിങ്ങളോട് പറയുന്ന ദൂത്. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടച്ചോയിലെ, പ്രാർത്ഥനയിൽ ദൈവസ്പർശനം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥനയിൽ എന്തുവാ? ഓ ഹല്ലേലൂയ. നീ ഇന്ന് കൊണ്ടുവന്ന മുഴുവൻ വിഷയവും മഞ്ഞുരുകുന്ന പോലെ ഉരുകും. നിന്നെ ദൈവം ഒന്ന് സ്പർശിച്ചാൽ മതി. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഇത്രയും നാള് പെനീന കുത്തിയപ്പോ ഹന്നായ്ക്ക് പരാതിയില്ലായിരുന്നു, കുറച്ച് വീട്ടിൽ കിടന്ന് കരഞ്ഞതേ. പക്ഷെ ഇന്നൊരു നിയോഗം, പള്ളിയിൽ പോയിരുന്ന് കരയാൻ. ആ കരച്ചിലിന് അന്ന് പരിഹാരം ഉണ്ടായി. പിന്നവിടെ മുഖം. ഗ്ലോറി. ഞാൻ ചിലരോട് പ്രവചിച്ച് പറയുക, ഒത്തിരി നാൾ നിന്നെ വിഷമിപ്പിച്ച വിഷയത്തില് നിനക്കൊന്ന് കരയാൻ നിയോഗം ഉണ്ടെങ്കിൽ
അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലു പിടിച്ചു. ആരോട്? യാക്കോബിനോട് ഒരു ദൂതൻ എന്ത് ചെയ്തു? മല്ലു പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആര് തൊട്ടു? ദൂതൻ തൊട്ടു. ആരെ തൊട്ടു? ആരെ ജയിക്കുകയില്ലെന്ന് കണ്ടപ്പോ. കരഞ്ഞവനെ ജയിക്കാൻ പറ്റിയില്ലെന്ന്. ഒരു ദൂതന്റെ ശക്തി ബൈബിളിലുണ്ട്. അശൂർ പാളയത്തിലൂടെ ഒന്നിറങ്ങി നടന്നപ്പം 1,85,000 പേരുടെ തല കൊയ്തു. പക്ഷെ കരഞ്ഞ ഭക്തനെ ദൂതന് ജയിക്കാൻ പറ്റിയില്ലെന്ന്. ഓ, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥനയെ വന്ന് ചുമ്മാതെ കൈയടിക്കുന്നതും ദൈവസ്പർശനം വന്ന് കൈയടിക്കുന്നതും രണ്ടാ. ചില ദിവസം നമ്മൾ കണ്ടിട്ടില്ലയോ, ചില ദൈവദാസന്മാരൊക്കെ വരുമ്പോഴേ നമ്മൾ ശാന്തമായിട്ട് ഇരിക്കാനാ വരുന്നേ. ചിലപ്പോൾ ചാടി എഴുന്നേക്കും, ചിലപ്പോൾ കൈയടിക്കും, ഉറക്ക ഹല്ലേലൂയ പറയും. പിന്നെ നമ്മൾ ലൈവ് കാണുമ്പോൾ വിചാരിക്കും അത്രയും വേണ്ടായിരുന്നെന്ന്. അന്നേരം അങ്ങനെ ചെയ്യാൻ കാരണം എന്താ? ആർക്കുമില്ലാത്തൊരു സ്പർശനം പ്രേയറിന്റെ നടുവിൽ നിന്റെ മേൽ വന്നു. ഗ്ലോറി ടു ഗോഡ്. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, ജീസസ്, കർത്താവ് ചിലരെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് അനുഭവം ഇല്ലെങ്കിൽ ഇന്ന് അനുഭവം ഉണ്ടാകണം. യേശുവിന്റെ നാമത്തില് റംബഹസ്യ, ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ തൊടട്ടെ, ദൈവം നിന്നെ തൊടട്ടെ. ഞാൻ ഇന്നലെ രാത്രി കടന്നുറങ്ങുമ്പം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇതായിരുന്നു: ഒരു മനുഷ്യനെ മുഴുവൻ വലിയ കയറുകൊണ്ട് ചുറ്റി വെച്ചിരിക്കുന്നു. ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ എന്നോട്, സ്തോത്രം, ആ മനുഷ്യനോട് ഒരാൾ പറയുകയാണ്, ജോസിന്റെ കുടുംബം തകർന്നു പോയല്ലോ. ഞാൻ രാവിലെ എൻ്റെ ഈ ഫോണിലെ കോൺടാക്ട് മുഴുവൻ എടുത്തു നോക്കിയപ്പോൾ ഒരിടത്ത് പോലും ജോസിനെ കാണുന്നില്ല. ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവ് എന്നായിരിക്കും ഇന്നിനിയും പ്രസംഗത്തിൽ പറയാനായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ രാവിലെ UK എന്നൊരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ വേണ്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോളെ, ഞാനൊരു സ്വപ്നം കണ്ടു. കയറ് മുഴുവൻ ചുറ്റി വെച്ചേക്കുന്ന ഒരാള്, ജോസ് നിന്റെ അയ്യോ, എൻ്റെ ദൈവമേ, ജോസ് എൻ്റെ അപ്പനാ. ഗ്ലോറി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. വെളിപ്പാടിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫാമിലി പ്രെയർ നടക്കുമ്പോൾ പാസ്റ്റർ ലിനി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനം കണ്ടു. ജോഷിപ്പാസ് ഇന്ന് വരെ പറയാത്ത ജോഷിപ്പാസ് എന്ന് ലിനിയുടെ തലയെ തൊട്ട് ചോദിച്ചു, വെളിപ്പാടുണ്ട്, ഇപ്പൊ പറയണമെന്ന്. എനിക്ക് വിഷയം എന്ത് പറഞ്ഞെന്നല്ല, അതെങ്ങനെ പാസ്റ്റർ ജോഷി അറിഞ്ഞു? ഗ്ലോറി. വെളിപ്പാടിന്റെ കണക്ഷൻസ് ഭയങ്കര. ഇപ്പോഴുള്ള പരാജയം ഒന്നും നീ നോക്കണ്ട, ഈ പരാജയമെല്ലാം ഉടനെ മാറും. നീ ഒരു ദൈവസ്പർശനം അനുഭവിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, വെളിപ്പെടുത്തി തരിക, കുറവുണ്ട്. ആ കുറവ് ഇന്ന് പരിഹരിക്കും. എന്താ കുറവെന്നറിയാമോ? നീ കൈയടിക്കുന്നവനാ, പാട്ട് പാടുന്നവനാ, അന്യഭാഷ പറയുന്നവനാ, പ്രവചനം കേട്ടിട്ടുള്ളവനാ, സ്വപ്നം കാണുന്നവനാ. ഒരു കുറവുണ്ട്, വ്യക്തിപരമായി ഇതുവരെ ദൈവസ്പർശനം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് നിനക്കൊരു സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടാകാൻ പോവാ. ദൈവം നിന്നെ ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു ചൂടടയാളം. നിൽക്കുന്നവർ നിന്നോണ്ട്, ഇരിക്കുന്നവർ ഇരുന്നോണ്ട്. ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ. നിനക്ക് വിശ്വാസമുണ്ടോ? ദൈവം നിന്നെ തൊടാൻ കൊതിക്കുന്നു. യാക്കോബേ,
നിന്നെ ദൈവം തൊട്ടാൽ നിന്റെ തൊടയുടെ തടം ഉളുക്കും. ഇരുന്നാട്ട് പറയാം. ദൈവം പറയാ, നിന്റെ എതിരാളിയെ കാണുമ്പോൾ നീ ഓടണ്ട. അങ്ങനല്ല വിടുതൽ നടക്കാൻ പോകുന്നേ. എത്ര പേർക്ക് കൊതിയുണ്ട് എനിക്ക് ഒരു ദൈവസ്പർശനം? ചിലരെ ദൈവം കയ്യിലിട്ട് ലാളിക്കാൻ പോവാ. ഇതുവരെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് പ്രാർത്ഥിക്കണം. ഇത് നിന്റെ ദിവസമാണ്. മാർച്ച് മാസം 1 തൊട്ട് 31 വരെ ഉള്ള ദിവസങ്ങൾക്കകത്ത് നിന്നെ ദൈവ സാന്നിധ്യം പൊതിയാൻ പോവുക. ഏപ്രിൽ 1 പുതിയ ഫൈനാൻഷ്യൽ ഇയർ. നിന്റെ ഗതികേട് പൊട്ടാൻ പോവാ. യാക്കോബേ, നിന്റെ പ്രയർ കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥന പോലല്ല. യാക്കോബ് ഇന്നല്ല പ്രാർത്ഥിക്കാൻ തന്നെ ഒത്തിരി പുറകെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രയർ പോലല്ല ഈ പ്രയർ. നിന്നെ ഒറ്റയ്ക്ക് ശേഷിപ്പിച്ചേക്കുക. ഞാനൊരു ദൂത് പറയാം. നീ ഒരാൾ മതി നിന്റെ കുടുംബ ചരിത്രം തിരുത്താൻ. ഞാൻ പ്രവചിക്കുക, നീ ഒരാൾ മതി. ഒരൊറ്റയാൾ മതി. ഒരാൾ മതി. നിങ്ങൾ ശ്രദ്ധിക്കണം. ആ മനുഷ്യനെ ദൈവം തൊട്ടു. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്പർശനത്തിലോട്ട് വരുമ്പോഴാണ് നമ്മളിൽ പലരും നിയന്ത്രണം വിട്ടുപോകുന്നത്. ഒരിക്കൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തോളെ വന്ന് കർത്താവ് ഒരു പിടി പിടിച്ചു. മാസങ്ങളോളം ആ കൈ എൻ്റെ തോളയിലുണ്ടായിരുന്നു. ഉറങ്ങുമ്പോൾ ഫീൽ ചെയ്യും. പ്രസംഗിക്കാൻ കയറി നിൽക്കുമ്പം ആ കൈ എൻ്റെ തോളെ ഒരാൾ വന്ന് പിടിമുറുക്കുന്ന പോലെ. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നേ? ഗ്ലോറി ടു ഗോഡ്. ആർക്കുമില്ലാത്ത ചില ഫീൽ നിനക്കുണ്ടാകാൻ പോവാ. നീ ഒരാളെ കൊണ്ട് നിന്റെ വീടിൻ്റെ ചരിത്രം തിരുത്തിക്കും കർത്താവ്. അതിന് ഞാൻ തലേ കൈവെക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. തമ്പുരാൻ ഡയറക്റ്റ് തൊടുക. നമുക്ക് ബൈബിളിൽ തന്നിട്ടുണ്ട്. ദൈവദാസന്മാർ ഓർത്തോണം, നമ്മളോട് കർത്താവ് പലയിടത്തും പലരുടെയും തലേ കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അത്രയല്ല. ദൈവം യാക്കോബിനെ തൊട്ടു. അവന്റെ തൊടയുടെ തടം ഉളുക്കിപ്പോയി. ഇപ്പൊ യാക്കോബ് നടക്കുന്ന കണ്ടാൽ അറിയാം. ഞൊണ്ടിയാ. ആൾക്കാർ ചോദിക്കും, ഒരുത്തൻ ഞൊണ്ടി വരുന്നുണ്ട്. യാക്കോബ് പറയും, ഈ ശരീരത്തിലെ ചൂടടയാളം നിനക്കറിയത്തില്ല. ഇത് അനുഭവം വേറെയാ. ൂതിലോട്ട് വരിക. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ ദൈവം പലരെ സ്പർശിച്ച ചരിത്രം ബൈബിളിലുണ്ട്. എല്ലാം കൂടെ വിവരിക്കാൻ പോയെന്ന് ദൂത് തീരത്തില്ല. പക്ഷേ ചിലരെ ഈ ദിവസങ്ങളിൽ ദൈവം സ്പർശിക്കും. ആരാധനയിലായിരിക്കും, പ്രയറിലായിരിക്കും, ഉപവാസത്തിലായിരിക്കും, നിലവിളിയുടെ നടുവിലായിരിക്കും. ചിലരെ കർത്താവ് ഇതിനകത്ത് സ്പർശിക്കും. നിന്നെ ദൈവം ഒന്ന് സ്പർശിച്ചാൽ നിന്റെ സകല വിഷയവും തിരിയും. കൊല്ലാൻ വരുന്നവൻ ചുംബിച്ചിട്ട് പോകും. യെസ്, നിന്നെ നിന്നെ എതിർക്കാൻ വരുന്നവർ നിന്റെ അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോകും. എത്ര പേര് മനസ്സിൽ പറയും, കർത്താവ് എന്നെ ഒന്ന് സ്പർശിക്കണേ.
ഇതിനകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം. ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പ് ഏലിശ എടുത്തു ചുറ്റിയതുപോലെ ഇന്നലെ ചിലരെ ദൈവസാന്നിധ്യം ഇങ്ങനെ കയറി ചുറ്റുക. തമ്പുരാൻ നിന്നെ ഇന്നൊന്ന് തൊട്ടാൽ 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 ആർക്കുമില്ലാത്തൊരനുഭവം. ഒരിക്കൽ ദാനിയേല് 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ വരുമ്പം അവൻ ചില കാഴ്ചകൾ കാണുക. നമുക്കതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 11-ാം വാക്യം. അവൻ എന്നോട് ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്ന് നിൽക്കാം. ഞാനിപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചും കൊണ്ട് നിവർന്ന് നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ചു. 21 ദിവസം ദാനിയേൽ ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാനിയേലിന് ദൈവത്തിൻ്റെ ദർശനം ഉണ്ടായി. ശണവസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ കയറി വരുന്നു. അവൻ ദാനിയേലിന്റെ മേൽ കൈവച്ചു. ദാനിയേൽ ബോധം കെട്ട് നിലത്ത് വീണു. ദാനിയേലിനോട് പറയുക, നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്ക്, ഞാൻ നിന്നോട് സംസാരിക്കും. എന്തുവാ? നിന്റെ പ്രാർത്ഥനയുടെ അന്ന് തന്നെ മറുപടി വിട്ടതാ. ആ മറുപടിയെ പാർസി രാജ്യത്തിൻ്റെ പ്രഭു അന്തരീക്ഷ മണ്ഡലത്തിൽ 21 ദിവസം തടഞ്ഞു നിർത്തി. എന്നാൽ ഞാനൊരു ദൂതനെ വിട്ട മല്ല് കെട്ടിച്ച് ആ മറുപടിയുമായി നിന്റെ അടുക്കൽ വന്നിരിക്കുക. ദാനിയേലിനെ തൊട്ട ദൈവം ഈ ദിവസങ്ങളിൽ നിന്നെ ഒന്ന് സ്പർശിക്കട്ടെ. ആർക്കുമില്ല. ഈ ദിവസങ്ങൾ ഒരുങ്ങിക്കോ. ചില മറുപടി കയ്യിൽ തരാൻ പോവുക. ജീസസ്. ചില സർട്ടിഫിക്കറ്റ് കൈ തരാൻ പോവുക. ചില വിസ കൈ തരാൻ പോവുക. ചില യാത്രയ്ക്ക് ഒരുങ്ങിക്കോ. ഒരു ദൈവസ്പർശനം ഉണ്ടായാൽ ഗ്ലോറി ടു ഗോഡ്. വെളിപ്പാട് പുസ്തകത്തിൽ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കിടക്കുമ്പം ദൈവത്തെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെയായി അവന്റെ കാൽക്കൽ വീണു. അവന്റെ വലം കൈ എന്റെ മേൽ വെച്ചു. ആര്? ദൈവത്തിന്റെ വലം കൈ യോഹന്നാന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. യോഹന്നാനെ ദൈവം തൊട്ടു. ദാനിയേലിനെ ദൈവം തൊട്ടു. പുതിയ നിയമത്തിൽ വരുമ്പോൾ മറുരൂപ മലയുടെ നെറുകയിൽ ദൈവ സാന്നിധ്യം കണ്ട് വീണ 3 അപ്പോസ്തലന്മാരെ ദൈവം തൊട്ടു. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഒരു ദൈവസ്പർശനം ഉടനെ ഉണ്ട്. ആർക്കുമില്ലാത്ത ചില അനുഭവം നിനക്കുണ്ടാകാൻ പോവുക. ആരുടെ ലൈഫിൽ ഉണ്ടാകാത്തൊരു ബ്രേക്ക് ത്രൂ. എത്ര പേര് കൊതിക്കുന്നുണ്ട് എനിക്കൊരു ദൈവസ്പർശനം? ഇതുവരെ ഇല്ലാത്തൊരു സ്പിരിച്വൽ ഫീലിംഗ്. ജീസസ് നിനക്ക് തന്നെ ഉറപ്പ് തരും നീ വിടുതൽ കിട്ടുമെന്ന്. നിനക്ക് തന്നെ ഉറപ്പ് തരും നിനക്ക് വിടുതൽ കിട്ടുമെന്ന്.
അങ്ങനെ ഒരു ഫീൽ. ഇവിടുന്ന് പോകുന്ന സകല രോഗങ്ങളെ അഴിക്കുന്ന ദൈവശക്തി. ജീസസ്. എത്ര പേർ കൊതിക്കുന്നുണ്ട് എനിക്കൊരു ദൈവസ്പർശന വേണം, എനിക്കൊരു ദൈവസ്പർശന വേണം. ഇന്ന് നിന്നെ സ്പർശിക്കാതെ ദൈവം ഇവിടുന്ന് പോകത്തില്ല. നിന്റെ ഹാർട്ടിൻ്റെ ബ്ലോക്കിനെ മാറ്റി, നിന്റെ കിഡ്നിയുടെ സിസ്റ്റിനെ മാറ്റി, നിന്റെ ലിവർ സിറോസിസ് മാറ്റി, നിന്റെ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന ദുരാത്മാവ് ഇന്ന് അറസ്റ്റാവും. നിന്റെ സന്തതി ദൈവസ്പർശനം അനുഭവിക്കാൻ പോവുക. നീ ദൈവസ്പർശനം അനുഭവിക്കാൻ പോവുക. യെസ്. ഒരു വലിയ ആത്മനദി ഒഴുകുക. മുട്ടോളമല്ല, അരയോളം പോരാ. ഓ യേശുവിന്റെ നാമത്തില് ലോകോ സിഖാന. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, നിന്റെ അകത്തു വലിയ ഭാരം ദൈവം തരിക. ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ. ഈ ബൈബിള് നമ്മൾ പഠിക്കുമ്പം എല്ലാവരും കരഞ്ഞതായിട്ട് ബൈബിളിലില്ല, പക്ഷെ ചിലര് കരഞ്ഞ ചരിത്രമുണ്ട്. നിങ്ങൾ കണ്ടോണം, അവർ എപ്പോൾ കരഞ്ഞോ ആ കരഞ്ഞ വിഷയത്തിന് അല്പ ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് മറുപടി കൊടുത്തു. ഗ്ലോറി ടു ഗോഡ്. ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവിടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഹോശിയ പ്രവചനത്തില് 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞവനോട് അപേക്ഷിച്ചു. ആ മൽപ്പിടുത്തത്തെ കുറിച്ച് പ്രവാചകൻ പ്രവചിക്കുക അതൊരു കരച്ചിലായിരുന്നു. ഒരാമയും പറഞ്ഞാട്ട്. ഞാനിവിടെ നിന്ന് ചിലരോടൊരു ദൂത് പറയാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ദിവസങ്ങളിൽ ചില വിഷയത്തെക്കുറിച്ച് നിനക്കൊരു വലിയ ഭാരം. അത് കുഞ്ഞിൻ്റെ വിഷയമാകാം, വീടിൻ്റെ വിഷയമാകാം. ആ ഭാരമുള്ള വിഷയത്തിന് നിനക്കൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ നീ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതൊന്നും അറിയാതെ ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ലാലു ഇവിടെ പാട്ട് പാടിയപ്പം ദൈവത്തിന് സ്തോത്രമാ പാടിയേ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം. ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പറയാം, ആർക്കുമില്ലാത്തൊരു ഭാരം കുറെ പഴകിയ വിഷയത്തിനകത്ത് നിന്റെ ഉള്ളിൽ തരിക. എന്തിനാണെന്നറിയാമോ? യാക്കോബേ, നീ ഇങ്ങനെ ഇരുന്നാ പോരാ. നിന്റെ പേര് മാറ്റാൻ സമയമായി, നിന്റെ അനുഗ്രഹത്തിന്റെ ലെവല് മാറ്റാൻ സമയമായി, നീ ദൈവസ്പർശനം അനുഭവിക്കാൻ സമയമായി. സ്തോത്രം, സ്തോത്രം. ചിലരെയൊക്കെ കർത്താവ് തൊട്ട് സംസാരിക്കുക. നീ അനുഗ്രഹിക്കപ്പെട്ടത് നിമിത്തം വർഷങ്ങൾക്ക് പുറകിൽ ചിലരെഴുന്നേറ്റ് വൈരാഗ്യത്തോടെ നിന്നെ ഒടുക്കിക്കളയാനിട്ട നിഗൂഢ പദ്ധതികൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ തീരാൻ പോവുക. ഇത് തീർപ്പ് കൽപ്പിക്കുന്ന പ്രേയറാ. യേശുവിൻ്റെ നാമത്തിൽ വൈരാഗ്യത്തോടെ നിന്നോട് മിണ്ടാതെ നിൽക്കുന്നവർ, നിന്നെ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും നേർച്ചകളും നടത്തി, പൂജകളും ഹോമങ്ങളും നടത്തി നിന്റെ കുടുംബത്തെ തകർത്ത വ്യക്തികളുടെ വിഷയം. ഒരിക്കൽ ഹന്ന ദൈവത്തിൻ്റെ മുമ്പിൽ മനോവസരത്തോടെ പ്രാർത്ഥിച്ച് കരഞ്ഞെന്നാ വചനം. ഹല്ലേലൂയ. ഈ കരച്ചിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ദീർഘസമയം കരയണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടോ? എനിക്കൊക്കെ ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമുക്ക് ഈ കരച്ചിൽ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ആരിയ്ക്കുന്നൊന്നും തോന്നത്തില്ല. നമ്മൾ ചിലപ്പോൾ അറിയാതെ പരിസരം മറന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എന്ന് ദൈവം മുമ്പിൽ കരഞ്ഞിട്ടുണ്ടോ അന്നെല്ലാം വിടുതൽ പ്രാപിച്ചു. ദൈവത്തിൻ്റെ പ്രത്യേകത, അവ കണ്ണുനീരിനെ മറികടക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഓക്കെ, ഹന്ന മനോവ്യസനത്തോടെ കരഞ്ഞു. ശൗമേൽ ബാലനെയും കൊണ്ട് ഏലിയുടെ അടുക്കൽ വന്നിട്ട് പറയുക, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ അങ്ങയുടെ അടുക്കൽ നിന്ന് കരഞ്ഞ സ്ത്രീ ഞാനാ. ഇന്ന് ആ കരച്ചിലിന്റെ മറുപടിയും കൊണ്ട് വള്ളി വന്നേക്കുക.
വിശ്വാസം ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാവൂ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് തരുന്നു. ഒരിക്കലും തീരാത്ത ചില വിഷയം ഇന്നത്തെ പ്രയറിൽ തീരും. ഒരിക്കലും പ്രാർത്ഥിക്കാത്ത പോലെ ഇന്ന് നീ പ്രാർത്ഥിക്കണം. ഒരിക്കലും കരയാത്ത പോലെ ഇന്ന് നീ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ആ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ഒരു രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. എന്നെ ശ്രദ്ധിച്ചാൽ മതി, അതൊന്നും അല്ല പ്രസംഗിക്കാൻ പോകുന്നു. പ്രവാചകൻ വന്ന് പറഞ്ഞു, ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ മരിച്ചു പോവും. അവൻ ചെയ്ത് കേൾക്കണോ? സ്തോത്രം. ആ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ ദൈവത്തിന് വേണ്ടി ചെയ്തത് എഴുതിയിട്ടേക്കുക. മുഖം തിരിച്ച് ഒരൊറ്റ കരച്ചില്. നിങ്ങൾ കേൾക്കണേ, വാളെടുത്തവന്റെ തലവെട്ടടാന്ന് പറയാൻ അധികാരമുള്ള രാജാവിനറിയാം വാളിനേക്കാൾ മൂർച്ച കണ്ണീരിനാ. ഒരാമയും വരുന്നില്ല. അടുത്ത ദൂത് കേട്ടോ, പ്രവചിച്ചവൻ നടുമുറ്റം വിടുമ്പോ ദൂത് തിരിച്ചു വന്നു, ചെന്നു പറ യേശുവിന്റെ നാമത്തില്. ചിലരോട് ദൈവാത്മാവ് ദൂത് പറയാ, ഇപ്പടി ഇന്ന് നീ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും വൈരാഗ്യത്തോടെ നിൽക്കുന്ന ചിലർ, നിന്റെ സകല പ്രശ്നത്തിനും കാരണം അവരാ. അത് പ്രയറിൽ തീരാൻ പോവാ. നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറാൻ പോവാ. ഓ, ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഏറ്റെടുത്തേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇത് പരിഹാരത്തിന്റെ ദിവസമാ. ഇത് പരിഹരിക്കപ്പെടുന്ന ദിവസമാ. ശ്രദ്ധിക്കണം. അപ്പൊ യാക്കോബ് ഇങ്ങനെ പ്രധാന ഭാഗത്തോട്ടാ വന്നത്. യാക്കോബ് ഇങ്ങനെ കരഞ്ഞു. സത്യത്തിൽ യാക്കോബ് പേടിച്ചിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നത്. എന്തുവാ പേടിച്ചിട്ട്? ആരെ പേടിച്ചേക്കുക? അമ്മ പറഞ്ഞ അറിവുണ്ട്, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ നിൽക്കുക. അതൊക്കെ വായിക്കാൻ പോകുന്ന നേരമില്ല, കാരണം അതാ ഈ ഭാഗം വേറെ ആയോണ്ട്. ഇപ്പൊ എത്ര കഴിഞ്ഞു? എന്നിട്ടും 400 ആളുമായിട്ട് വരിക. പേടിച്ചിട്ടൊരു കരച്ചിൽ. ഈ കരച്ചിലിൽ ഒരു കാര്യം നടന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം, പ്രയർ എന്ന് പറഞ്ഞാൽ മാജിക് അല്ല. പ്രയറിനകത്തെ പ്രത്യേകത പറയാം. പ്രയറിനകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ്, പ്രാർത്ഥനയിൽ ഒരുവൻ ദൈവത്തോട് ലയിച്ചു ചേരുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെ ദൈവം സ്പർശിക്കും. സ്തോത്രം. അതാ ഇന്ന് നിങ്ങളോട് പറയുന്ന ദൂത്. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പോയി, പ്രാർത്ഥനയിൽ ദൈവസ്പർശനം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥനയിൽ എന്തുവാ? ഓ ഹല്ലേലൂയ. നീ ഇന്ന് കൊണ്ടുവന്ന മുഴുവൻ വിഷയവും മഞ്ഞുരുകുന്ന പോലെ ഉരുകും. നിന്നെ ദൈവം ഒന്ന് സ്പർശിച്ചാൽ മതി.